ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ ചോറാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പുതുതായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ചെമ്മീൻ ചോറ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീന് നമുക്കിത് പൊരിച്ചെടുക്കണം. അതിനു വേണ്ടി 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മസാല വരട്ടി വെച്ച നമുക്ക് ചെമ്മീന് ഇതിലിട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. ചെമ്മീനെല്ലാം നല്ലതുപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഈ ഓയിലിൽ തന്നെ ഒരു 3 മീഡിയം സൈസുള്ള ഉള്ളി നീളത്തിലരിഞ്ഞത് ഇട്ടു. ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളിയും ഇതേപോലെ നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 10 പച്ചമുളക് ചതച്ചത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചമുളകിൻ്റെ ഇഞ്ചിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിൻ്റെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു 3 കപ്പ് ജീരകശാല റൈസാണ്. ഞാൻ കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുത്തതാണിത്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഒരു 3 മിനിറ്റ് നേരം ഇതൊന്ന് വറുത്തെടുക്കണം.
അങ്ങനെ ഒരു 3 മിനിറ്റ് വരെ ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒരു 6 കപ്പ് ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് ജീരകശാല റൈസിന് 6 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടുള്ള വെള്ളം തന്നെ, അതായത് നല്ല തിളപ്പിച്ച വെള്ളം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു പിടിയോളം കറിവേപ്പിലയാണ്. അതേപോലെ ഒരു പിടിയോളം മല്ലിയില. മല്ലിയില ഇടുന്ന വീഡിയോ സ്കിപ്പായി പോയി, അപ്പോൾ മല്ലിയില ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ നമുക്ക് ഇട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ചെമ്മീൻ ചോറ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയ അടുത്ത റെസിപ്പിയുടെ വീഡിയോ ആയി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.